അനങ്ങി പോരുത് നീ. സ്വാമി ഇങ്ങോട്ട് വാ സ്വാമി. തുടരുന്നവളെ. എല്ലാരും ഇങ്ങോട്ട് മാറി നിൽക്ക്. വന്നെടുത്തേക്കനെ നിന്നോട് തിരിച്ചു പോവാനാ പറഞ്ഞത്. നിനക്ക് ഈ ഒരു ശരീരം മാത്രമേ കിട്ടിയുള്ളൂ. അതിന് നീ എത്രയും പെട്ടെന്ന് ഈ കുഞ്ഞിന്റെ ശരീരത്തിൽ നിന്ന് വിട്ടുപോകണം. ഇവിടെ ഒരു നടക്കൊന്നും പോകുന്നു തോന്നില്ല. ഹോമത്തിനുള്ള എല്ലാ കാര്യങ്ങളും റെഡിയാക്ക്. നിങ്ങൾ എന്താ ആലോചിച്ച് നിൽക്കുന്നത്? എത്രയും പെട്ടെന്ന് ഹോമം റെഡിയാക്ക്. ഇന്നിവിടെ നമുക്ക് ബന്ധനയാസ്ഥാനം പറ്റിയില്ലെങ്കിൽ പിന്നെ ഒരിക്കലും ഇവിടെ ബന്ധനത്തിന് ഏർപ്പെടുത്താൻ നമുക്ക് കഴിയില്ല. എത്രയും പെട്ടെന്ന് നിങ്ങൾ ചെല്ല്. എടി നീ എന്താ ആലോചിച്ച് നിൽക്കുക? എത്രയും പെട്ടെന്ന് ചെല്ല്. ശരി സ്വാമി. ഇത് മനുഷ്യർക്ക് താമസിക്കാനുള്ള ഭൂമിയാണ്. അല്ലാതെ നിന്നെ പോലെ ആത്മാക്കൾക്കുള്ളതല്ല. എത്രയും പെട്ടെന്ന് നീ ഇവിടുന്ന് പോയേ പറ്റുള്ളൂ. ഇങ്ങോട്ട് വരാൻ. അവിടെ ഇരിക്കാൻ. ഈ ശരീരത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാനും നിനക്ക് സമയമായി. പറഞ്ഞ അനുസരിച്ചാ നിനക്ക് നല്ലത്. അല്ലേ നീ വേദനിച്ചുകൊണ്ട് പോകേണ്ടി വരും. നിന്നോടൊന്നും നല്ലോണം പറഞ്ഞിട്ട് കാര്യമില്ല. കാണിച്ചു തരാം നിനക്ക്. നിന്നോടൊന്നും നന്നായി പറഞ്ഞിട്ട് കാര്യമില്ല. നിനക്ക് ഞാൻ കാണിച്ചു തരാം. ചന്ദ്രസേന നിന്റെ ഭാര്യയോട് മിണ്ടാതിരിക്കാൻ പറ. ഒന്ന് മിണ്ടാതിരിക്കടി. സ്വാമിക്ക് അറിയാം എന്താ ചെയ്യണ്ടേന്ന്. ഈ കുഞ്ഞിന്റെ ദേഹത്ത് നിന്ന് ഒഴിഞ്ഞു പോകുമോ ഇല്ലയോ? എടി നിന്നെ ഞാൻ പറ. നീ ഒഴിഞ്ഞു പോകുമോ? പറ പറ. നീ ഒഴിഞ്ഞു പോയില്ല. ചന്ദ്രസേന നിന്റെ ഭാര്യയോട് മിണ്ടാതിരിക്കാൻ പറ. മിണ്ടാതിരിക്കടി. സ്വാമി പറയുന്നത് കേട്ടില്ലേ? പറ. ഒഴിഞ്ഞു പോവാനല്ലേ? അടിച്ച് നിന്നെ അവശതയാക്കും ഞാൻ. ഒഴിഞ്ഞു പോവാൻ. അങ്ങനെ വഴിക്ക് വാ. നീ പറ. നീ ഈ കുഞ്ഞിന്റെ ശരീരത്തിൽ നിന്ന് ഒഴിഞ്ഞു പോവില്ല. എടി നിന്നെ ഞാൻ കാണിച്ചു തരാം. അങ്ങനെ വഴിക്ക് വാ. നീ എത്രയും പെട്ടെന്ന് അവളുടെ ശരീരത്തിൽ നിന്ന് പോയി ഒഴിയേ. ഞാൻ അടുത്തത് പ്രയോഗിക്കുന്നതിന് മുന്നേ നിന്നോട് പോവാനാ പറഞ്ഞേ. സംസാരിച്ചു നിൽക്കാനും സമയം. എത്രയും പെട്ടെന്ന് നീ ദേഹത്തിൽ നിന്ന് മാറാനാ പറഞ്ഞത്.
എല്ലാരും സൈഡിലേക്ക് മാറി നിൽക്ക്. അതുമാത്രം പോരാ, അവളെ എന്തിനെങ്കിലും ബന്ധനസ്ഥയാക്കണം. അത് പറയേണ്ടത് നിങ്ങളല്ലല്ലോ, ഞാൻ തീരുമാനിക്കും. മാറി നിൽക്കങ്ങോട്ട്. അത് പിന്നീട് സ്വാമി പറഞ്ഞത്, നീ ഇങ്ങോട്ട് വാ. നീ ഇങ്ങോട്ടൊന്ന് വാടി. നീ എവിടെയാ? ഞാൻ ഇവിടെ ഉണ്ട് സ്വാമി. എന്റെ മുന്നിലേക്ക് വരാൻ. ഞാൻ അവളുടെ ശരീരത്തിൽ നിന്ന് പുറത്തു വന്നില്ലേ, ഇനി എന്നെ വെറുതെ വിട്. നിന്നെ അങ്ങനെ വിടാനോ? നിന്നെ ബന്ധിച്ചിട്ടേ ഞാൻ ഇവിടുന്ന് പോവുള്ളൂ. എന്നെ വിടുന്നതായിരിക്കും നിനക്ക് നല്ലത്. നീ ഇനി ഒരിക്കലും ആരുടെ ശരീരത്തിൽ കയറാത്ത വിധത്തിൽ നിന്നെ ഞാനാക്കും. നീ അവിടെ നിൽക്ക്. സ്വാമി എന്നോട് കളിക്കാൻ നിൽക്കണ്ട. ഇതുവരെ പറഞ്ഞതൊക്കെ ഞാൻ അനുസരിച്ചു. ഇനി എന്നെ അതിന് കിട്ടില്ല സ്വാമി. ചന്ദ്രസേന, ഞാൻ അവിടെ എടുത്തു വെച്ച് നിങ്ങൾ എടുത്തിട്ട് വാ. ആ ശരി സ്വാമി. എന്താടി? നീ എന്താ ചന്ദ്രമുഖി പറയുന്നത്? നിനക്ക് എന്താ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ നമുക്കല്ല അപകടമേ വിധിച്ചു വരുത്തുള്ളൂ. നീ അങ്ങോട്ട് മാറി നിൽക്ക്. അങ്ങോട്ട് മാറി നിൽക്കാൻ. എനിക്ക് എന്റെ കുടുംബത്തിന്റെ സുരക്ഷ വലുത്. ചന്ദ്രസേന, അധികം കൊണ്ടുപോ. ഇതാ സ്വാമി. എന്നെ നശിപ്പിക്കാൻ നോക്കരുത്. നിങ്ങൾക്ക് ആർക്കും ഞാനൊരു ദ്രോഹം ചെയ്തിട്ടില്ലല്ലോ. എന്നെ നശിപ്പിക്കരുത്. നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇത് മനുഷ്യർക്ക് താമസിക്കാനുള്ള ഭൂമിയാ, അല്ലാതെ നിന്നെ പോലെ ആത്മാക്കൾക്കല്ല. ഇവിടെ ഒഴിഞ്ഞു പോകുന്നതാണ് നിനക്ക് നല്ലത്. വേഗമാവട്ടെ, ഇതിലേക്ക് കയറ്. പറഞ്ഞ അനുസരിച്ചില്ലെങ്കിൽ വലിയ ഭവിഷ്യത്തുകളായിരിക്കും നിന്നെ തേടി വരുന്നത്. ഇതിലേക്ക് കയറാനാ പറഞ്ഞത്. നിന്നോട് പറഞ്ഞ കുപ്പീന്റെ ഉള്ളിലേക്ക് കയറാൻ. എടി നിന്നെ ഞാൻ എന്താന്ന് വെച്ചാ നീ ചെയ്യടാ. സ്വാമി പറയുന്ന കേക്ക്. അമ്മേ, എനിക്ക് ഈ ഭൂമിയിൽ നിന്ന് അങ്ങനെ പോവാൻ കഴിയില്ല. ഞങ്ങളെ നശിപ്പിച്ചവരെ നശിപ്പിക്കാൻ എനിക്ക് കഴിയില്ല അമ്മ ഇവിടുന്ന് പോവാൻ. കുപ്പിയുടെ ഉള്ളിൽ കയറാനാ പറഞ്ഞത്. സ്വാമി, എന്നെ ഉപദ്രവിക്കല്ലേ, ഞാൻ കയറാം. വേഗമാവട്ടെ. അമ്മേ, എന്റെ ആഗ്രഹങ്ങളൊന്നും പൂർത്തീകരിക്കാതെ ഞാൻ പോവാ. ഈ ലോകത്തെ മനുഷ്യരൊന്നും നല്ലവരല്ല. ആരും നല്ലവരല്ല. നിന്നോട് കയറാൻ പറഞ്ഞ. എന്റെ ദൈവമേ, വിചാരിച്ച പോലെ തന്നെ കാര്യങ്ങളെല്ലാം നടന്നു. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധയോടെ കേൾക്കണം.